ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലോട്ട് സ്വാഗതം. നല്ല സിമ്പിളായിട്ട്, ഇത്രയും സിമ്പിളായിട്ട് നിങ്ങൾ റെസിപ്പി ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾ ചെയ്ത് നോക്കിയുള്ളൂ. വളരെ സിമ്പിളാണ്, നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാനിവിടെ ഒരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കട്ട് ചെയ്തിട്ട് ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കൂടുതൽ വേണമെങ്കിൽ ഇതിൻ്റെയൊക്കെ അളവൊന്ന് മാറ്റം വരുത്തിയാൽ മതി. അപ്പോൾ ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാരയും 1/4 കപ്പ് മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മൈദപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടിയോ ബ്രെഡോ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 2 മുട്ടയും 2 ഏലക്കായ തൊലി കളഞ്ഞതും 1 ടേബിൾ സ്പൂണോളം നെയ്യും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ 1/2 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിവിടെ ഒരു സ്റ്റീമർ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഒരു നെയ്യ് തടവി ഒരു പ്ലേറ്റ് വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അടിച്ച് വെച്ച ബാറ്ററും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് 15 മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാം. പെട്ടെന്ന് റെഡിയായി കിട്ടും. അപ്പോൾ നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരി ഉണ്ടായിരുന്നു, അത് നമുക്ക് മുകളിലൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് ചെയ്ത് കൊടുക്കാൻ മറന്നുപോയി. നമുക്കിതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. ഇതുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി, ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്തതേ ഉള്ളൂ. അപ്പോൾ അതും കൂടെ ഉണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. ഒരു 15 മിനിറ്റ് ശേഷം നമുക്കിതൊന്ന് ഇതുപോലെ ഒന്ന് കുത്തി നോക്കാം. കത്തിയോ സ്ക്യൂറോ വെച്ചിട്ടൊന്ന് കുത്തി നോക്കുമ്പോൾ ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ലെങ്കിൽ വാങ്ങി വെക്കുക. എന്നിട്ട് ഒരു അരമണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം. തണുപ്പിച്ച് കഴിക്കുമ്പോഴാണ് ഇത് കൂടുതൽ ടേസ്റ്റി ആയിരിക്കുന്നത്. അപ്പോൾ ചൂടോട് കഴിക്കുമ്പോൾ നമുക്ക് പാലും പഴവും ഒക്കെ ആയതുകൊണ്ട് തന്നെ ആ ഒരു ചവർപ്പ് ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് തണുപ്പിച്ച് കഴിക്കാൻ പറയുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്കും കൂടെ അറിയിക്കുക. പുതിയ റെസിപ്പീസും വീഡിയോസും ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. പുതിയ റെസിപ്പീസായിട്ട് വീണ്ടും വരുന്നവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ.